നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. ഭാര്യയെ കൊന്ന കേസിലെ പ്രതി കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴുത്തറുത്ത് ആത്മഹത്യ ചെയ്തു. മരിച്ചത് വയനാട് കേണിച്ചിറ സ്വദേശി ജിൽസൺ. കണ്ണൂർ താവക്കരയിലെ ഹോട്ടൽ മുറിയിൽ നിന്ന് MDMA-യുമായി യുവാവും യുവതിയും പിടിയിലായത് കണ്ണൂർ തയ്യിൽ സ്വദേശികളായ CH ആരിഫ, K അപർണ അനീഷ് എന്നിവർ. 10 വർഷത്തെ ഭരണത്തിലൂടെ 7.5 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയാണ് പിണറായി സർക്കാർ കേരളത്തിന് ഉണ്ടാക്കിയതെന്ന് BJP നേതാവ് P ഗോപാലകൃഷ്ണൻ. KT ജയകൃഷ്ണൻ മാസ്റ്ററുടെ 26ാം ബലിദാന വാർഷികാചരണ പരിപാടികൾ സമാപിച്ചു. പുതുച്ചേരി നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറും കോൺഗ്രസ് നേതാവുമായിരുന്ന AV ശ്രീധരന്റെ ഓർമ്മ പുതുക്കി ജന്മനാട്. 9ാം ചരമവാർഷിക ദിനത്തിൽ സ്മൃതിമണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും. വിശദമായ വാർത്തകളിലേക്ക്. ഭാര്യയെ കൊന്ന കേസിലെ പ്രതി കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴുത്തറുത്ത് ആത്മഹത്യ ചെയ്തു. വയനാട് കേണിച്ചിറ സ്വദേശി ജിൽസൺ ആണ് മരിച്ചത്. പുലർച്ചെ 5:30-ഓടെയാണ് ജിൽസൺ കഴുത്തറുത്തത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ ആയില്ല. മൂർച്ചയുള്ള ചെറിയ ആയുധം ഉപയോഗിച്ചാണ് കഴുത്തറുത്തത്. മുറിവിൽ നിന്ന് കൈകൊണ്ട് രക്തം ഞെക്കിക്കളയുകയായിരുന്നുവെന്ന് ജയിൽ അധികൃതർ പറഞ്ഞു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 7 മാസം മുമ്പാണ് ഇയാളെ മാനന്തവാടി സബ് ജയിലിൽ നിന്നും കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുവന്നത്. ഇതിനു മുൻപ് 2 തവണ ഇയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നതായി ജയിൽ അധികൃതർ പറഞ്ഞു. തുടർച്ചയായി കൗൺസിലിംഗ് കൊടുത്തു വരികയായിരുന്നു. മികച്ച ചിത്രകാരനായിരുന്ന ജിൽസന്റെ ചിത്രപ്രദർശനം നടത്താനൊരുങ്ങിയവയാണ് ആത്മഹത്യ. CCTV ഉൾപ്പെടെ പരിശോധിച്ചു വരികയാണെന്നും ജയിൽ അധികൃതർ പറഞ്ഞു. കണ്ണൂർ താവക്കരയിലെ ഹോട്ടൽ മുറിയിൽ നിന്ന് MDMA-യുമായി യുവാവും യുവതിയും പിടിയിൽ. കണ്ണൂർ തയ്യിൽ മരക്കാർക്കണ്ടി ചെറിയനാടി CH ആരിഫ്, മരക്കാർക്കണ്ടി പടിഞ്ഞാറേ വീട്ടിൽ K അപർണ അനീഷ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. താവക്കരയിലെ ഹോട്ടൽ മുറിയിൽ നിന്ന് MDMA-യുമായി യുവാവും യുവതിയും പിടിയിലായി. കണ്ണൂർ തയ്യിൽ മരക്കാർക്കണ്ടി ചെറിയനാടി CH ആരിഫ്, മരക്കാർക്കണ്ടി പടിഞ്ഞാറേ വീട്ടിൽ K അപർണ അനീഷ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. താവക്കരയിലെ ഹോട്ടലിൽ നടത്തിയ പരിശോധനയിലാണ് ഇരുവരും അറസ്റ്റിലായത്. രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. ഇവരിൽ നിന്ന് 2.94 ഗ്രാം MDMA പിടികൂടി. യുവതി നേരത്തെയും ലഹരിമരുന്നുമായി പിടിയിലായിരുന്നു. 10 വർഷത്തെ ഭരണത്തിലൂടെ 7.5 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയാണ് പിണറായി സർക്കാർ കേരളത്തിന് ഉണ്ടാക്കിയതെന്ന് BJP നേതാവ് B ഗോപാലകൃഷ്ണൻ. യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്ന KT ജയകൃഷ്ണൻ മാസ്റ്ററുടെ 26ാം ബലിദാന വാർഷികാചരണത്തോടനുബന്ധിച്ച് പാനൂരിൽ നടത്തിയ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 10 വർഷത്തെ ഭരണത്തിലൂടെ ലോകത്തെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യയെ മാറ്റിയെന്ന് B ഗോപാലകൃഷ്ണൻ പറഞ്ഞു. പിണറായി വിജയന്റെ 10 വർഷം എടുക്ക്, നരേന്ദ്രമോദി സർക്കാരിന്റെ 10 വർഷം എടുക്ക്. ഞാൻ ചോദിക്കട്ടെ, പിന്നെ പിണറായി വിജയൻ അധികാരത്തിൽ കഴിയുമ്പോൾ 1.7 ലക്ഷം കോടിയാണോ ഈ കേരളത്തിന്റെ കടബാധ്യത? പിണറായി വിജയന്റെ 10 വർഷം കഴിയുമ്പോൾ കേരളത്തിന്റെ കടബാധ്യത എത്രയാ? 7.5 ലക്ഷം കോടിയാ. പിണറായി വിജയൻ അധികാരത്തിൽ കയറി ഉമ്മൻചാണ്ടിയിൽ നിന്ന് മാറുമ്പോൾ 1.5 ലക്ഷം കോടി. ഇന്നെത്രയാ കോടി കടബാധ്യത? 7.5 ലക്ഷം കോടി. സാമ്പത്തികമായി കേരളം തകർന്നോ ഇല്ലയോ പറ. ഞാൻ കൃത്യമായ കണക്കുകൾ വെച്ച ഏത് CPM-കാരനെ ഞാൻ ഈ വേദിയിലേക്ക് വെല്ലുവിളിക്കുക. ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങൾ പറയുന്നത് ഞാൻ ചെയ്യാം. കാരണം പണ്ടത്തെ കാലമല്ലെന്ന്, വിവരങ്ങൾ വിരൽ തുമ്പിലാണ് സുഹൃത്തുക്കളെ. സാമ്പത്തികമായി കേരളം തകരുക. ഇന്ത്യ മഹാരാജ്യത്തെ 5 സംസ്ഥാനങ്ങൾ, റിസർവ് ബാങ്ക് എന്ന് പറയുന്ന ഇന്ത്യയുടെ സാമ്പത്തിക ശക്തിയായിട്ടുള്ള ബാങ്ക്, റിസർവ് ബാങ്ക്, ആ റിസർവ് ബാങ്ക് ചുവന്ന വരയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന 5 സംസ്ഥാനങ്ങളേ ഉള്ളൂ. ആ സംസ്ഥാനത്തിൽ ഒന്ന് കേരളമാണ്. പഞ്ചാബ്, ഹരിയാന, അതിൻ്റെ കൂടെ കേരളം. ഇപ്പൊ ഹരിയാന കയറി, പഞ്ചാബ് കയറിക്കൊണ്ടിരിക്കുന്നു. തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം, സാമ്പത്തികമായി തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം, അതാണ് കേരളം. യുവമോർച്ച കണ്ണൂർ സൗത്ത് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് അർജുൻ വാസുദേവ് അധ്യക്ഷനായി. യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി വരുൺ പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. BJP സംസ്ഥാന സമിതി അംഗം P സത്യപ്രകാശ് സംസാരിച്ചു.
BJP ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് ഷിജിലാൽ, VP ഷാജി, മേഖലാ സെക്രട്ടറി KK ധനഞ്ജയൻ, പാനൂർ മണ്ഡലം പ്രസിഡന്റ് KC വിഷ്ണു, കൂത്തുപറമ്പ് മണ്ഡലം പ്രസിഡന്റ് ഷംജിത് പാട്യം എന്നിവർ പങ്കെടുത്തു. അതുൽദാസ് സ്വാഗതവും ആകാശ് പവനൻ നന്ദിയും പറഞ്ഞു. കോട്ടയം പഞ്ചായത്ത് UDF കുടുംബസംഗമം കിണവക്കലിൽ നടന്നു. ഷാഫി പറമ്പിൽ MP ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ബോർഡ് എന്നത് സ്വർണം കാക്കാനുള്ള ബോർഡ് ആണെന്നും സ്വർണം കക്കാനുള്ള ബോർഡല്ലെന്നും ഷാഫി പറമ്പിൽ MP പറഞ്ഞു. ദേവസ്വം ബോർഡ് എന്നത് സ്വർണം കാക്കാനുള്ള ബോർഡാണ്, സ്വർണം കക്കാനുള്ള ബോർഡല്ലെന്ന് ഷാഫി പറമ്പിൽ MP പറഞ്ഞു. BJP RSSുമായി CPMന് രഹസ്യബന്ധമാണുള്ളതെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. മനസ്സിലാവുന്നു, വാർഡുകളിൽ ചില വോട്ടുകളൊക്കെ ബോധപൂർവം ഒഴിവാക്കപ്പെട്ടതിനെ സംബന്ധിച്ച്, അതും അവരുടെ പാർട്ടി കുടുംബങ്ങളിൽ പോലുമുള്ള ചില വോട്ടുകളൊക്കെ ഒഴിവാക്കിയതിനെ സംബന്ധിച്ചൊക്കെയുള്ള വിവരങ്ങൾ കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് ചില വിശ്വാസക്കുറവൊക്കെ പലരെയും അനുഭവപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. പാർട്ടി മെമ്പറുടെ കുടുംബത്തിൽ പോലും കുറവുകളുണ്ടെന്ന് പറയും. അത് മാത്രമല്ല, ബോർഡുകളൊക്കെ വ്യാപകമായി നശിപ്പിക്കപ്പെടുന്നു എന്നാ പറയുന്നു. ഞാൻ ചോദിച്ചോട്ടെ, ഒരു ബോർഡ്, ഒരു എതിർ സ്ഥാനാർത്ഥിയുടെ ഒരു ബോർഡ്, അത് അവിടെ റോഡിന്റെ ഒരു സൈഡിലോ വീടിന്റെ ഒരു ചുമരിലോ അല്ലെങ്കിൽ അവർക്ക് വെക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തോ വെക്കുന്നതിനകത്ത് ഇങ്ങനെ അസ്വസ്ഥതപ്പെടുന്നത് എന്തിനാ? ഇപ്പൊ കോട്ടയം പഞ്ചായത്തൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വലിയ രാഷ്ട്രീയ മേൽക്കോയ്മയുള്ള ഒരു സ്ഥലത്ത്, വലിയ ശക്തി പൊളിറ്റിക്കലി നിങ്ങൾക്കുണ്ടെന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലത്ത് ഒരു ഫ്ലെക്സ് ബോർഡിനെ നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? ഒരു ഫ്ലെക്സ് ബോർഡ് വെക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് അസ്വസ്ഥപ്പെടുന്നത്? ആ അസ്വസ്ഥത ഒരു ആത്മവിശ്വാസ കുറവാണ് എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അത് വേറെ തരത്തിലൊന്നുമല്ല, നിങ്ങളുടെ ഇടയിലുള്ള ആളുകളെ പോലും വോട്ടിങ്ങിന്റെ എണ്ണം ഇപ്പൊ പ്രകടനത്തിൽ പങ്കെടുത്താലും അല്ലെങ്കിൽ മീറ്റിംഗും കൂടിയാലും ഒക്കെ വോട്ട് ചെയ്യുമ്പോൾ അത്രയും ഒരു ഭൂരിപക്ഷം ഒന്നും പല തെരഞ്ഞെടുപ്പിലും കാണുന്നില്ല എന്നുള്ളതിന്റെ ഒരാശങ്ക കൂടിയാണ്. മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി അംഗം UV മൂസ ഹാജി അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പാട്യം ഡിവിഷൻ സ്ഥാനാർത്ഥി നിംഷ രഘുനാഥ്, കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് കിണവക്കൽ ഡിവിഷൻ സ്ഥാനാർത്ഥി TP ഇബ്രാഹിം, കോട്ടയം പഞ്ചായത്ത് UDF സ്ഥാനാർത്ഥികൾ UDF നേതാക്കളായ ഷാഹുൽ ഹമീദ്, ഹരിദാസ് മൊഗേരി, രവി നരോത്ത്, ഉമർ വിളക്കോട്, മുഷ്താഖ് ഹുദബി, TP അബ്ദുറഹ്മാൻ ഹാജി, PP അശോകൻ, UV അഹമ്മദ് കുട്ടി, P ബൈജു, CK ഇസ്മായിൽ, UV ഹാഷിഖ്, M അഷ്ഹാഖ്, K സുഫിയാൻ, MP നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. സ്ഥാനാർത്ഥികളെ ഷാഫി പറമ്പിൽ MP ഹാരാർപ്പണം നടത്തി. തലശ്ശേരി ഇല്ലത്ത് താഴെയിൽ നഗരസഭയുടെ കുടിവെള്ള പദ്ധതിയുടെ ശിലാഫലകം ഇരുളിന്റെ മറവിൽ നശിപ്പിച്ചതായി പരാതി. സ്വാമിക്കുന്ന് കുടിവെള്ള പദ്ധതിയുടെ പമ്പ് ഹൗസിന്റെ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷൻസീർ ഉദ്ഘാടനം ചെയ്ത ശിലാഫലകമാണ് നശിപ്പിക്കപ്പെട്ടത്. ഇല്ലത്ത് താഴ മനോളിക്കാവിനടുത്തുള്ള പമ്പ് ഹൗസിന്റെ ശിലാഫലകമാണ് നശിപ്പിക്കപ്പെട്ടത്. തലശ്ശേരിയിലെ സന്നദ്ധ സംഘടനയായ കെയർ ആൻഡ് ക്യൂർ ഫൗണ്ടേഷന്റെ സഹായത്തോടെയാണ് പമ്പ് ഹൗസ് നവീകരണ പ്രവൃത്തി നടത്തിയത്. 2024 ഒക്ടോബർ 27 സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീറാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഇക്കാര്യങ്ങൾ രേഖപ്പെടുത്തിയ ശിലാഫലകമാണ് ഇരുട്ടിന്റെ മറവിൽ നശിപ്പിക്കപ്പെട്ടത്. മുൻഭാഗത്ത് രേഖപ്പെടുത്തിയ ഫലകം തകർത്ത് പിൻഭാഗത്ത് വലിച്ചെറിഞ്ഞ നിലയിലാണ്. നഗരസഭാ കൗൺസിലർ C സോമൻ, LDF സ്ഥാനാർത്ഥി ബേബി സുജാത, CPM നേതാക്കൾ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. ഇത് സംബന്ധിച്ച് തലശ്ശേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പുതുച്ചേരി നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറും കോൺഗ്രസ് നേതാവുമായിരുന്ന AV ശ്രീധരന്റെ ഓർമ്മ പുതുക്കി ജന്മനാട്. 9ാം ചരമവാർഷിക ദിനത്തിൽ പള്ളൂരിലെ സുഹസതിയിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. അനുസ്മരണ യോഗം രമേശ് പറമ്പത്ത് MLA ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിന്റെ ഒരു പെരുമാറ്റമാണ് സത്യത്തിൽ അദ്ദേഹത്തെ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഏറ്റവും ഉന്നതമായ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചത് എന്ന കാര്യത്തിൽ തർക്കമില്ല. വളരെയധികം ദീർഘവീക്ഷണമുള്ള ഒരാളായിരുന്നു AV. വളരെ ദീർഘവീക്ഷണത്തോടുകൂടി കാര്യങ്ങളെ കണ്ടുകൊണ്ട് അതിന്റെ പ്രവർത്തനം ഇങ്ങനെ ആരംഭിച്ച് അതിനെ യഥാർത്ഥ വിജയത്തിലേക്ക് എത്തിക്കാൻ അദ്ദേഹം എന്നും പരിശ്രമിക്കാറുണ്ട്. അതിലെന്നും അദ്ദേഹം വിജയം കണ്ടെത്താറുമുണ്ട്. അത് തീർച്ചയായും നമുക്കൊക്കെ അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ അത് സാധ്യമായി എന്നുള്ളതാണ് വാസ്തവത്തിൽ ഇവരൊക്കെ ചെയ്തു വെച്ച ആ വലിയ ഒരു പ്ലാറ്റ്ഫോം. ഇന്ന് ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്കത് ഉപയോഗപ്പെടുത്താൻ സാധ്യമാവുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ അവരുടെയൊക്കെ പ്രവർത്തന ശൈലി ഏതാണ്ട് ഒരുപാട് ഞാൻ പകർന്നെടുത്തിട്ടുണ്ട്. അതെന്റെ ജീവിതത്തിലും എൻ്റെ പൊതുപ്രവർത്തനത്തിലും ഉപയോഗപ്പെടുത്താൻ എനിക്ക് സാധ്യമായിട്ടുണ്ട്.
പ്രസിഡന്റ് കെ മോഹനൻ അധ്യക്ഷത വഹിച്ചു. പുതുച്ചേരി മുൻ ആഭ്യന്തരമന്ത്രി ഇ വത്സരാജ് മുഖ്യപ്രഭാഷണം നടത്തി. പി വിനോദൻ, കെ രജിലേഷ്, കെ സുരേഷ് എന്നിവർ സംസാരിച്ചു. സഹോദരന്മാർ നേർക്കുനേർ ഏറ്റുമുട്ടുകയാണ് കൂത്തുപറമ്പ് നഗരസഭയിൽ. നഗരസഭ 22-ാം വാർഡായ പൂക്കോടാണ് LDFന് വേണ്ടി ജ്യേഷ്ഠനും UDFന് വേണ്ടി അനുജനും പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വോട്ട് പിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. സോഷ്യൽ മീഡിയ വഴിയും നേരിട്ടും വോട്ട് തേടുകയാണ് മുന്നണികൾ. വാർത്ത കാണാം. സഹോദരങ്ങൾ തമ്മിൽ വാശിയോടെ മത്സരിക്കുന്ന സ്ഥലമാണ് കൂത്തുപറമ്പ് നഗരസഭയിലെ പൂക്കോട് വാർഡ്. വീറും വാശിയും നിറഞ്ഞ മത്സരത്തിന് ഇറങ്ങിയിരിക്കുകയാണ് സഹോദരങ്ങൾ. LDFന് വേണ്ടി RJD നേതാവും മാധ്യമപ്രവർത്തകനുമായ N ധനഞ്ജയനും UDFന് വേണ്ടി സഹോദരൻ നാഷണൽ ജനതാദളിലെ N ബാലകൃഷ്ണനുമാണ് അങ്കത്തട്ടിലുള്ളത്. പൂക്കോട് ചന്ദ്രശേഖരൻ തെരുവിൽ അടുത്തടുത്ത വീടുകളിലാണ് ഇരുവരും താമസിക്കുന്നത്. കുടുംബങ്ങൾ തമ്മിൽ സൗഹാർദ്ദമാണെങ്കിലും തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ അത് വ്യത്യസ്തമാണ്. ആദ്യഘട്ടം വീടുകൾ കയറി വോട്ടർമാരെ കാണാനാണ് ഇരുവരും ശ്രമിക്കുന്നത്. രാഷ്ട്രീയ ജനതാദൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കൂടിയായ ജ്യേഷ്ഠൻ ധനഞ്ജയൻ LDF സ്ഥാനാർത്ഥിയായി റാന്തൽ ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. LDF പ്രവർത്തകരോടൊപ്പം വീടുകൾ കയറി വോട്ടർമാരെ കാണുന്ന തിരക്കിലാണിപ്പോൾ സ്ഥാനാർത്ഥി. LDF സിറ്റിംഗ് വാർഡായ ഇവിടെ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് സ്ഥാനാർത്ഥി N ധനഞ്ജയൻ പറഞ്ഞു. നഗരസഭയിലെ വാർഡ് 22-ലാണ് ഞാൻ മത്സരിക്കുന്നത്. ഞാൻ രാഷ്ട്രീയ ജനതാദളിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. ഏതാണ്ട് അരനൂറ്റാണ്ടുകാലം കൂത്തുപറമ്പിൻ്റെ പൊതുപ്രവർത്തന രംഗത്ത് വളരെ സജീവമായി നിലനിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് വിജയപ്രതീക്ഷ വളരെ വലുതാണ്. തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നമ്മുടെ വാർഡിൽ ജയിച്ച് കയറും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇവിടെ എനിക്ക് എതിരായി മത്സരിക്കുന്നത് ഞങ്ങളുടെ എതിർ സ്ഥാനാർത്ഥിയായി വരുന്നത് എൻ്റെ സഹോദരനാണ് ബാലകൃഷ്ണൻ. അദ്ദേഹം UDFന് വേണ്ടിയാണ് മത്സരിക്കുന്നത്. ഏത് പാർട്ടിക്ക് വേണ്ടി മത്സരിച്ചാലും ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ശക്തിദുർഗമാണ്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിശക്തമായി തിരിച്ചു വരും. വലിയൊരു വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടുകൂടി LDF വിജയിച്ചു വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. UDF സ്ഥാനാർത്ഥിയായി നാഷണൽ ജനതാദൾ സംസ്ഥാന കമ്മിറ്റി അംഗമായ N ബാലകൃഷ്ണൻ പട്ടം ചിഹ്നത്തിലാണ് UDFനായി കളത്തിലിറങ്ങുന്നത്. വീടുകൾ കയറിയിറങ്ങി വോട്ടർമാരെ നേരിൽ കാണുന്ന തിരക്കിലാണ് ബാലകൃഷ്ണൻ. ജനങ്ങളിൽ നിന്നും നല്ല പ്രതികരണമാണ് ലഭിക്കുന്നതെന്നും മികച്ച വിജയം കരസ്ഥമാക്കുമെന്നും സ്ഥാനാർത്ഥി N ബാലകൃഷ്ണൻ പറഞ്ഞു. ഇവിടെ വീട് 1-ാം ഘട്ടം പൂർത്തീകരിക്കാൻ പോവുകയാണ്. 2-3 ദിവസമായിട്ട് കയറി ഇറങ്ങി മുഴുവൻ വോട്ടർമാരെയും നേരിൽ കാണുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതോടൊപ്പം ഈ വാർഡ് ഇതുവരെ LDFൻ്റെ കൈകളിലുള്ളതാണ്. ഈ പ്രാവശ്യം അത് UDFൻ്റെ കൈകളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീവ്രമായ പരിശ്രമത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അത് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ UDF ഈ വാർഡ് പിടിച്ചെടുക്കും എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി തന്നെയാണ് നമ്മുടെ പ്രവർത്തന രംഗത്ത് ഇറങ്ങിയിട്ടുള്ളത്. ഇത് സ്ഥാനാർത്ഥി സഹോദരൻ തന്നെയാണ്. പക്ഷേ അതൊരു സൗഹൃദം എന്നുള്ളത് മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ രണ്ടുപേരും ഇടതുപക്ഷത്തും അതുപോലെ തന്നെ UDFൻ്റെ ഭാഗമായിട്ടുള്ള ജനതാദളിൻ്റെ പ്രവർത്തകന്മാരാണ്. അതുകൊണ്ട് തന്നെ രണ്ട് പാർട്ടിയുടെ യാദൃശ്ചികമായി സ്ഥാനാർത്ഥി നിർണയം വന്നപ്പോൾ രണ്ടുപേരും ഉണ്ടായി എന്നതിൽ കവിഞ്ഞ് വ്യക്തിപരമായോ അല്ലെങ്കിൽ കുടുംബപരമായോ ഇതിൽ വേറെ സ്ഥാനങ്ങളില്ല. ഇത് രാഷ്ട്രീയമായ ഒരു പോരാട്ടം എന്ന് മാത്രമേ ഇതിനെ കാണേണ്ടതുള്ളൂ. സഹോദരന്മാരുടെ നേർക്കുനേർ മത്സരത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് നഗരസഭയിലെ 22-ാം വാർഡ്. ബന്ധുക്കളുടെ വോട്ടുകൾ ആരുടെ പെട്ടിയിൽ വീഴും എന്നത് കണ്ടറിയാം. കഴിഞ്ഞ തവണ RJDയുടെ കൗൺസിലറായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. സഹോദരന്മാരുടെ മത്സരം കൗതുകത്തോടെയാണ് വോട്ടർമാരും കാണുന്നത്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ. പുതുതലമുറയിൽ ആരോഗ്യമാണ് സമ്പത്ത് എന്ന ബോധം വളർത്തിയെടുക്കാം ആയോധന കലയായ കരാത്തയിലൂടെ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ മഹത്തായ 38ാം വർഷത്തിലേക്ക്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം,
പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ, മാഹി. വിദേശ രാജ്യങ്ങളായ ഖത്തർ ആൻഡ് UAE. ഇന്റർനാഷണൽ ഒളിമ്പിക് അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷൻ അംഗീകൃത കോച്ചും ജപ്പാന്റെ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റും കരസ്ഥമാക്കിയ സെൻസായി വിനോദ് കുമാറിന്റെ ശിക്ഷണത്തിൽ ക്ലാസുകൾ നടന്നുവരുന്നു. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803, 9497360333. മറ്റു വാർത്തകളിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് സ്റ്റേഷനിൽ മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേക വരി ഏർപ്പെടുത്തണമെന്ന് കേരള സീനിയർ സിറ്റിസൺ ഫോറം പാനൂർ ബ്ലോക്ക് വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. PRM ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സമ്മേളനത്തിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. സംസ്ഥാന സെക്രട്ടറി VP ചാത്തു മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. 25 രൂപയിൽ നിന്ന് തുടങ്ങിയ പെൻഷൻ കൊടുക്കാൻ തുടങ്ങിയ കാലഘട്ടം മുതൽ തന്നെ ആ പെൻഷൻ തുക മാത്രം പോരാ. യാതൊരു തരത്തിലുള്ള സൗകര്യങ്ങളുമില്ലാതെ വാർദ്ധക്യകാലത്ത് കഷ്ടപ്പെടുന്ന വയോജനങ്ങൾക്ക് അവരുടെ ജീവിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം, സാമ്പത്തിക സഹായങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിരന്തരം ഒരുപാട് തവണ കേരളത്തിന്റെ തെരുവീതികളിൽ നമ്മൾ വേലികൊണ്ടിട്ടുണ്ട്, കഷ്ടപ്പെട്ടിട്ടുണ്ട്, പ്രകടനം നടത്തിയിട്ടുണ്ട്, പ്രതിഷേധ പ്രകടനം നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രമേയങ്ങളും മറ്റും ബന്ധപ്പെട്ട അധികാരികൾക്കൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ഇപ്പോൾ 2000 രൂപ വർദ്ധിപ്പിച്ചിരിക്കുന്നു. നമ്മൾ ഉദ്ദേശിച്ചു വരുന്നത് 5000 രൂപ വാർഷിക മാസം തോറും പെൻഷൻ നൽകണം എന്നതാണ്. എന്റെ കാരണത്തിലേക്കൊന്നും വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൽ കേരള സീനിയർ സിറ്റിസൺ ഫോറം എന്ന സംഘടനയുടെ പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രായമാകുന്ന കാലഘട്ടത്തിൽ എല്ലാ ആളുകൾക്കും ഒന്നിച്ചു ചേരാനും അങ്ങനെ മനസ്സമാധാനത്തോടുകൂടി നമ്മുടെ ഹൃദയങ്ങൾ പരസ്പരം തുറക്കാനും സൗഹൃദത്തോടുകൂടി ഒന്ന് പൊട്ടിച്ചിരിക്കാനും നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനും ആ അഭിപ്രായങ്ങൾ സഹിഷ്ണുതയോടെ കേൾക്കാനും അത് നമുക്ക് പറ്റാത്തതാണ് എങ്കിൽ ആ പറ്റാത്തതിന്റെ കാരണങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ശരിയിലേക്ക് എത്തിക്കാനും ഒക്കെ പറ്റുന്ന ഒരു നല്ല അന്തരീക്ഷമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സംഘടനയെ സംബന്ധിച്ച്
സംബന്ധിച്ചിടത്തോളമുള്ള പ്രവർത്തന രീതി എന്നതാണ് നമുക്ക് സൂചിപ്പിക്കേണ്ടത്. TP വിജയൻ അധ്യക്ഷത വഹിച്ചു. കൺവീനർ C അച്യുതൻ റിപ്പോർട്ടർ അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ K ഭാസ്കരൻ, VP അനന്തൻ, P വിമല, പനന്നൂർ രാമചന്ദ്രൻ, ഒട്ടാണി നാണു എന്നിവർ സംസാരിച്ചു. തലശ്ശേരിയിൽ കണ്ടെത്തിയ അജ്ഞാത മൃതദേഹം തൃശൂർ സ്വദേശിയുടേതാണെന്ന് തിരിച്ചറിഞ്ഞു. തുടർന്ന് മൃതദേഹം IRPCയുടെ സഹായത്തോടെ കണ്ടിക്കലിൽ സംസ്കരിച്ചു. തൃശൂർ സ്വദേശി രവി മന്നായിയാണ് മരിച്ചത്. തൃശൂരിൽ നിന്നും ബോംബെയിൽ നിന്നും ബന്ധുക്കളെത്തിയ ശേഷം മൃതദേഹം കണ്ടിക്കലിൽ സംസ്കരിച്ചു. IRPC സോണൽ കമ്മിറ്റി അംഗമായ C വത്സൻ, വത്സരാജ്, മെഹറൂഫ്, നിജിൽ എന്നിവർ നേതൃത്വം നൽകി. കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് LDF സ്ഥാനാർത്ഥി N അനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം നൈറ്റ് മാർച്ചും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. നിരവധി ആളുകൾ പങ്കെടുത്തു. കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് LDF സ്ഥാനാർത്ഥി N അനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം നൈറ്റ് മാർച്ചും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും നടന്നു. കണ്ടോത്തുംചാലിൽ നിന്നും ആരംഭിച്ച നൈറ്റ് മാർച്ച് കുനുമ്മലിൽ സമാപിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം CPIM പുത്തൂർ ലോക്കൽ സെക്രട്ടറി K കുമാരൻ നിർവഹിച്ചു. സ്ഥാനാർത്ഥി N അനിൽകുമാർ വോട്ടഭ്യർത്ഥന നടത്തി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടിയെടുക്കുമ്പോൾ കുന്നോത്തുപറമ്പ് പഞ്ചായത്തിലും നമുക്കൊരു തുടർഭരണം കാഴ്ചവെക്കാൻ വേണ്ടി നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിന് നമ്മുടെ 1-ാം വാർഡ് ഉൾപ്പെടെ ഈ കുന്നോത്തുപറമ്പ് പഞ്ചായത്തിനകത്തുള്ള 1-ാം വാർഡും അതുപോലെ തന്നെ തൊട്ടടുത്ത 23-ാം വാർഡ് ഉൾപ്പെടെ നമുക്ക് നല്ല ഭൂരിപക്ഷത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ ആവശ്യമായുള്ള പ്രവർത്തനത്തിൻ്റെ തുടക്കമാണ് ഇന്ന് നമ്മളിവിടെ നടത്തിയുള്ളത്. തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസങ്ങൾ സജീവമായിട്ട് നമ്മുടെ വോട്ടർമാരെ പോളിംഗ് ബൂത്തിലെത്തിക്കാൻ ആവശ്യമുള്ള പ്രവർത്തനത്തിൽ നിങ്ങളെല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം. തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് കാണിച്ചുള്ള ആവേശം തുടർച്ചയായിട്ട് നമുക്ക് നടത്തിയാൽ വലിയ ഭൂരിപക്ഷത്തിന് നമുക്ക് നമ്മുടെ കുന്നോത്തുപറമ്പ് പഞ്ചായത്തിനകത്തുള്ള ഭൂരിപക്ഷം വാർഡുകൾ നമുക്ക് ജയിക്കാൻ വേണ്ടി കഴിയും. അങ്ങനെ ജയിക്കുമ്പോൾ നമ്മുടെ ഈ 1-ാം വാർഡ് നല്ല ഭൂരിപക്ഷത്തിന് നമുക്ക് ജയിക്കാൻ വേണ്ടി കഴിയുന്ന ആത്മവിശ്വാസം നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഉണ്ട്. ആ വിജയം നേടിയെടുക്കാൻ വേണ്ടി എല്ലാവരും ഇനിയുള്ള ദിവസങ്ങൾ സജീവമായിട്ട് പങ്കെടുക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ലോക്കൽ കമ്മിറ്റി അംഗം K നൌഷാദ്, സലീം നടമ്മൽ, അക്ഷയ്ജിത്ത് എന്നിവർ സംസാരിച്ചു. കേരള ബറ്റാലിയൻ NCCയുടെ കീഴിലുള്ള ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ NCC കേഡറ്റുകൾ ലോക എയ്ഡ്സ് ദിനത്തിൽ റാലി നടത്തി. പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം ചൊക്ലി കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപത്താണ് നടന്നത്. 6 കേരള ബറ്റാലിയൻ NCCയുടെ കീഴിലുള്ള ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ NCC കേഡറ്റുകൾ ലോക എയ്ഡ്സ് ദിനത്തിൽ റാലി നടത്തി. പരിപാടിയുടെ ഉദ്ഘാടനം ചൊക്ലി കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ CK ഷിൻഡു നിർവഹിച്ചു. എയ്ഡ്സ് ദിനമായിട്ട് ആചരിക്കുകയാണ്. അപ്പോൾ HIV വൈറസിനെക്കുറിച്ചും അതിൻ്റെ രോഗബാധയെക്കുറിച്ചും എല്ലാവരിലും അവബോധം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു ദിനം ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാനപ്രകാരം എല്ലാ വർഷവും നടത്തുന്നത്. 1988 മുതലാണ് നമ്മൾ ഈ ഒരു ഡേ ആചരിച്ചു തുടങ്ങിയത്. അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ എങ്ങനെയാണ് എയ്ഡ്സ് പകരുന്നതെന്ന് അറിയാം. ഏതൊക്കെ മാർഗത്തിലൂടെ അത് നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റും. സ്കൂൾ പ്രധാനാധ്യാപിക N സ്മിത അധ്യക്ഷയായി. NCC ഓഫീസർ TP രാവിദ്, ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ ഉദയകുമാർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ രാഘവൻ KTK, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് K ഷീജ എന്നിവർ സംസാരിച്ചു. റാലിയിൽ 50ഓളം കേഡറ്റുകൾ പങ്കെടുത്തു. സ്കൂളിൽ നിന്ന് ആരംഭിച്ച റാലി കാഞ്ഞിരത്തിന് കീഴിൽ ചുറ്റി സ്കൂളിൽ സമാപിച്ചു. റാലിയുടെ ഫ്ലാഗ് ഓഫ് സ്കൂൾ പ്രധാനാധ്യാപിക N സ്മിത നിർവഹിച്ചു. തുടച്ചു മാറ്റേണ്ടത് മാനവരാശിയുടെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിടിപെടാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ നിന്നും വിട്ടുനിൽക്കുമെന്നും കൂത്തുപറമ്പ് പഴയനിരത്ത് തിരുവഞ്ചേരിക്കാവ് മഹാദേവി ക്ഷേത്രത്തിലെ തൃക്കാർത്തിക ഉത്സവം 4-ന് നടക്കും. ഇതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ജനറൽ മാനേജർ E ശിവകൃഷ്ണൻ, മാനേജർ K ശിവദാസൻ എന്നിവർ കൂത്തുപറമ്പിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
രാവിലെ 5-ന് നട തുറന്ന് അഭിഷേകവും ഉഷപൂജയും നടക്കും. 10:30 മുതൽ ഉച്ചപൂജ, ഉച്ചയ്ക്ക് 12 മുതൽ പ്രസാദ ഊട്ട് എന്നിവ നടക്കും. വൈകിട്ട് 5-ന് നട തുറക്കലും 6-ന് കാർത്തിക വിളക്ക് തെളിയിക്കലും ഉത്സവവും നടക്കും. 6:15-ന് ദീപാരാധന, തായമ്പക എന്നിവയും ഉണ്ടാകും. 7:30 മുതൽ അത്താഴപൂജയും വിശേഷാൽ നിറമാലയും ഉണ്ടാകും. ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി രാവിലെ 9-ന് കീർത്തനാലാപനവും 10-ന് ലളിത സഹസ്രനാമ പാരായണവും ഉണ്ടാകും. വൈകിട്ട് ആർട്ട് ഓഫ് ലിവിംഗിന്റെ ഭജൻസും 6:30-ന് തിരുവാതിര കളിയും ഉണ്ടാകും. 7-ന് മലയാള കലാനിലയം കൂത്തുപറമ്പ് അവതരിപ്പിക്കുന്ന തുള്ളൽ ത്രയം, ഓട്ടൻ തുള്ളലും ശീതങ്കൻ തുള്ളലും പറയൻ തുള്ളലും അവതരിപ്പിക്കും. കൂത്തുപറമ്പിലെ ശ്രീ തിരുവഞ്ചേരി കാവിൽ ഈ വർഷത്തെ തൃക്കാർത്തിക ഉത്സവം വരുന്ന 4-ാം തീയതി 4/12/25 വ്യാഴാഴ്ച ക്ഷേത്രാങ്കണത്തിൽ നടത്തുകയാണ്. വളരെ പ്രാചീനവും പൗരാണികവുമായ നമ്മുടെ ഈ ക്ഷേത്രം ഇന്നൊരു പുനരുദ്ധാരണത്തിന്റെ പാതയിലാണ്. ഒരുപാട് നിർമ്മാണ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ പ്രദേശത്തിന്റെ മുഴുവൻ സൗഭാഗ്യമായ നമ്മുടെ ക്ഷേത്രം ഒരു മഹാക്ഷേത്രമായി വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നമ്മുടെ ഭരണസമിതി പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നടന്നുവരികയാണ്. ക്ഷേത്ര നവീകരണ പ്രവർത്തനങ്ങളിൽ 2.5 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും ജനുവരിയിൽ ചുറ്റമ്പലത്തിന്റെ സമർപ്പണം നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഭഗവതിയുടെ ശ്രീകോവിൽ പുനർനിർമ്മാണവും ക്ഷേത്രപാലകന് ശ്രീകോവിൽ നിർമ്മിക്കലും നമസ്കാര മണ്ഡപം, കുളം എന്നിവയുടെ നിർമ്മാണവും ഇതിന്റെ ഭാഗമായി നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം ജനറൽ മാനേജർ ഇ ശിവകൃഷ്ണൻ, മാനേജർ കെ ശിവദാസൻ, ഭാരവാഹികളായ VI രാമകൃഷ്ണൻ മുസദ്, KI മനോജ്, വിജീഷ് ചെക്യാറത്ത്, P മോഹനൻ എന്നിവർ പങ്കെടുത്തു. പെരിങ്ങാടി ശ്രീ മാങ്ങോട്ടുംകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഡിസംബർ 4-ന് വ്യാഴാഴ്ച മാങ്ങോട്ടുംകാവിലമ്മയ്ക്ക് പൊങ്കാല സമർപ്പണം നടത്തും. സർവൈശ്വര്യത്തിനും സകല രോഗനിവാരണത്തിനും മനഃശാന്തിക്കും ദേവിക്ക് ഇഷ്ടവഴിപാടായ പൊങ്കാല സമർപ്പണത്തിന് ഭക്തജനങ്ങൾ പങ്കാളികളാകണമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം.
ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് പക്ഷേ ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. മറ്റു വാർത്തകളിലേക്ക്. ഡിവൈഎഫ്ഐ മാങ്ങാട്ടിടം വെസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മോർണിംഗ് വാക്ക് വിത്ത് കാൻഡിഡേറ്റ്സ് സംഘടിപ്പിച്ചു. നിരവധി ആളുകൾ പങ്കെടുത്തു. ഡിവൈഎഫ്ഐ മാങ്ങാട്ടിടം വെസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മോർണിംഗ് വാക്ക് വിത്ത് കാൻഡിഡേറ്റ് സംഘടിപ്പിച്ചത്. കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മാങ്ങാട്ടിടം ഡിവിഷൻ സ്ഥാനാർത്ഥി ഗിരിജ കല്യാടൻ മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്തിലെ 15, 16, 17, 21 വാർഡുകളിലേക്ക് മത്സരിക്കുന്ന എൻ അജിഷ്ണ, ഒ ടി രശ്മി, എസ് കവിത, എൻ കെ ഷാജൻ എന്നീ സ്ഥാനാർത്ഥികളെ അണിനിരത്തിയാണ് കീരാച്ചിയിൽ നിന്നും മോർണിംഗ് വാക്ക് ആരംഭിച്ചത്. പരിപാടി ദേശബന്ധുവിൽ സമാപിച്ചു. ലിയോ ക്ലബ്ബ്, NTTF, ടെലിച്ചറി ലയൺസ് ക്ലബ്ബ് ധർമ്മടവും സംയുക്തമായി ലോക എയ്ഡ്സ് ദിനം ബോധവൽക്കരണത്തോടെ ആചരിച്ചു. പാലയാട് അസാപ്പ് NTTF സെന്ററിലാണ് ബോധവൽക്കരണ പരിപാടി നടന്നത്. തലശ്ശേരി ലിയോ ക്ലബ്ബ്, NTTF തലശ്ശേരി, ലയൺസ് ക്ലബ്ബ് ധർമ്മടം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ലോക എയ്ഡ്സ് ദിനത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പാലയാട് അസാപ്പ് NTTF സെന്ററിലാണ് ക്ലാസ് നടന്നത്. ലിയോ ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ ലയൺ PP സുദേശ് ഉദ്ഘാടനം ചെയ്തു. ലിയോ പ്രസിഡന്റ് ഉദയ് ശ്രീനിവാസ് അധ്യക്ഷനായി. NTTF പ്രിൻസിപ്പൽ ലയൺ സരസ്വതി ബോധവൽക്കരണ ക്ലാസ് നടത്തി. അറിയാൻ പോകുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഡാൻസ് ക്ലബ്ബും അതുപോലെ തന്നെ നമ്മുടെ ലിയോ ക്ലബ്ബ് തലശ്ശേരി സെൻറ്ററിലുള്ള ലിയോ ക്ലബ്ബും അസോസിയേറ്റ് ചെയ്തിൽ ഇങ്ങനെയുള്ള അവയർനെസ് പ്രോഗ്രാം കാര്യമായിട്ട് ചെയ്യുകയാണ്. അത് പബ്ലിക്കിലേക്ക് എത്തുക. കാരണം നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളിത് ഫാമിലി പോയി പറയും, ഫ്രണ്ട്സോട് പറയും, ഇങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു മെസ്സേജ് ലോകത്തിന് കൊടുക്കുകയാണ്. ഒരു 2030 ഒക്കെ ആകുമ്പോൾ ഈ ഒരു HIV ഒരു എയ്ഡ്സ് നമ്മുടെ ഇന്ത്യയിൽ ഇറാഡിക്കേറ്റ് ചെയ്യുക, വേൾഡിൽ തന്നെ ഇറാഡിക്കേറ്റ് ചെയ്യുക എന്നുള്ള ഒരു കോൺസെപ്റ്റുമായിട്ടാണ് പോകുന്നത്. ലോകം തന്നെ മുന്നോട്ട് പോകുന്നത്. കാരണം ഇതുണ്ടാവാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. വളരെ മാരകമായുള്ള രോഗം കാരണം ഇത് വരരുത്, ആർക്കും വരരുത്. അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലും ആരും പോകരുത്. ഈവൻ ബ്ലഡ് ഡൊണേഷൻ്റെ കാര്യങ്ങൾ വന്ന മാഡം ഉണ്ട്. ഈവൻ എന്താണ് മറ്റേ ഇത് കുത്തിവയ്ക്കുമല്ലോ, പിക്ചറൊക്കെ ഉണ്ടാകുന്നുണ്ടെന്ന് പറയാം, ടാറ്റോ, അതിൽ കൂടെ പോലെ. കാരണം അവിടെ നീഡിൽസ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. അതുപോലും ചില ഇതുപോലെയുള്ള രോഗങ്ങൾക്കും കാര്യങ്ങൾക്കും ചാൻസസ് ഉണ്ട് എന്ന് പറയണമെന്ന് ഞാൻ പറയുന്നില്ല, ചാൻസസ് ഉണ്ട് എന്ന് പറയപ്പെടും. കാരണം ഇഫ് യു ആർ നോട്ട് ഡൂയിങ് ദ പ്രൊട്ടക്റ്റഡ് എൻവിറോൺമെൻറ്റ്, അതായത് വളരെ സേഫായിട്ടുള്ള നീഡിൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാതെ പൈസ കുറഞ്ഞ ചെറിയ കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ പലതരത്തിലുള്ള കമ്മ്യൂണിറ്റി ഡിസീസസ് ക്യാൻ ബി ഹാപ്പൻ. CM ഷീജ, PP വികാസ്, ഡെൽവിൻ എന്നിവർ സംസാരിച്ചു. മനക്കര മനത്താനത്ത് ശ്രീ ശാക്തയ്യ ദേവി ക്ഷേത്രത്തിൽ മണ്ഡലകാല മഹോത്സവത്തിന്റെ ഭാഗമായി ഭജന സന്ധ്യ നടത്തി. നിരവധി ഭക്തർ ക്ഷേത്രത്തിലെത്തിയിരുന്നു. ഒളവിലം ഭജന സമിതിയുടെ നേതൃത്വത്തിലാണ് ഭജന നടന്നത്. CK സുരേഷ് കുമാർ, CK രവീന്ദ്രൻ, K ചന്ദ്രബാബു, TK രാജൻ, M വിനോദ് കുമാർ, ബിജു മനത്താനത്ത് എന്നിവർ നേതൃത്വം നൽകി. Hello.
തലശ്ശേരി പെരുന്താറ്റിൽ ശിവപുരോട്ട് മഹാദേവ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദേവി ഭാഗവത നവാഹയജ്ഞത്തിന് തുടക്കമായി. ഡിസംബർ 1 മുതൽ 10 വരെയാണ് ദേവി ഭാഗവത നവാഹയജ്ഞം നടക്കുക. പെരുന്താറ്റിൽ ശിവപുരോട്ട് മഹാദേവ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദേവി ഭാഗവത നവാഹയജ്ഞത്തിന് തുടക്കമായി. ഡിസംബർ 1 മുതൽ 10 വരെയാണ് ദേവി ഭാഗവത നവാഹയജ്ഞം നടക്കുക. ഇതിന്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര പെരുന്താറ്റിൽ ചാലിൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട് ശിവപുരോട്ട് മഹാദേവ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു. കലവറ നിറയ്ക്കൽ ഘോഷയാത്രയ്ക്ക് ശേഷം ആചാര്യവരണം, തുടർന്ന് യജ്ഞ ചടങ്ങുകളും ആരംഭിച്ചു. ക്ഷേത്രം മേൽശാന്തി ശ്രീനാഥ് നമ്പൂതിരി എക്കോട്ടില്ലം ഭദ്രദീപം തെളിയിച്ചു. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം യതീന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അമ്മയെക്കുറിച്ച്, ദേവീ ചൈതന്യത്തെക്കുറിച്ച് പറയുന്ന അവസരത്തിൽ അത് ഉൾക്കൊള്ളാൻ മനസ്സ് തുറന്നു നിൽക്കുന്നവർ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക സ്ത്രീജനങ്ങളാണ്. സ്ത്രീയെ പൂജിക്കാത്ത ഒരു കാര്യവും ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. വളരെ വ്യക്തമായിട്ട് നമുക്കറിയാൻ സാധിക്കും. കാരണം സ്ത്രീ സങ്കല്പത്തിന് അത്രയും പ്രാധാന്യമുണ്ട്. ആ മഹത്വങ്ങളെക്കുറിച്ചാണ് വരും ദിവസങ്ങളിൽ ലളിതമായ കഥകളിലൂടെ നിങ്ങൾ കേൾക്കാനിരിക്കുന്നത്. അത് ഉമയാകട്ടെ, ശ്രീപാർവതിയാകട്ടെ, സരസ്വതിയാകട്ടെ, ലക്ഷ്മിയാകട്ടെ, ഭദ്രയാകട്ടെ, രുദ്രയാകട്ടെ. ക്ഷേത്രം പ്രസിഡന്റ് MP അമർനാഥ് അധ്യക്ഷനായി. ഭക്തപ്രിയ രമാദേവി മഹാത്മ്യ പ്രഭാഷണം നടത്തി. MK ബാലകൃഷ്ണൻ, EM സത്യനാഥ്, VP രാജൻ, K ബാലകൃഷ്ണൻ, MP ഹരീന്ദ്രനാഥ്, BK അജിത്, CKP ദേവദാസ് എന്നിവർ സംസാരിച്ചു. K അർച്ചന പ്രാർത്ഥന നടത്തി. തുടർന്നുള്ള ദിവസങ്ങളിൽ വിശേഷാൽ പൂജകളും സമൂഹ പ്രാർത്ഥന, ആധ്യാത്മിക പ്രഭാഷണങ്ങൾ എന്നിവയും ഉണ്ടാകും. ദിവസവും പ്രസാദ ഊട്ടും നടക്കും. മനേക്കര മനയിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ മണ്ഡല മഹോത്സവത്തിന്റെ ഭാഗമായി ഗുരുസാഗരം ക്രിയേഷൻസ് അവതരിപ്പിച്ച അയ്യപ്പ ഭജൻ അരങ്ങേറി. നിരവധി ഭക്തർ ക്ഷേത്രത്തിലെത്തിയിരുന്നു. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് ഗുരുസാഗര ക്രിയേഷന്റെ ഭജൻ അരങ്ങേറിയത്. ക്ഷേത്ര പ്രസിഡന്റ് R പത്മനാഭൻ അടിയോടി, വൈസ് പ്രസിഡന്റുമാരായ പ്രദീപൻ മഠത്തിൽ, PP മനോഹരൻ, സെക്രട്ടറി TRC അടിയോടി, ജോയിന്റ് സെക്രട്ടറിമാരായ KK രാമചന്ദ്രൻ, N രവീന്ദ്രൻ, ട്രഷറി MM രാജലക്ഷ്മി, അസിസ്റ്റന്റ് ട്രഷറി D ഉദയകുമാർ എന്നിവർ നേതൃത്വം നൽകി. കഴിഞ്ഞ ദിവസം തലശ്ശേരി സത്യസായി ഭജൻ സമിതിയുടെ അയ്യപ്പ ഭജന അരങ്ങേറിയിരുന്നു. സെമി ക്ലാസിക്കൽ ഡാൻസ്, നൃത്തനൃത്യങ്ങൾ, ശിവപുരോട്ട് ഭജന സമിതി അവതരിപ്പിക്കുന്ന ഭക്തിഗാനമേള എന്നിവ വിവിധ ദിവസങ്ങളായി നടക്കും. ഡിസംബർ 19 വെള്ളിയാഴ്ച ചുറ്റുവിളക്ക് മഹോത്സവം നടക്കും. ധർമ്മടം പാലയാട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ ലിയോ ഇൻഡസ്ട്രീസ് ഉടമ കുര്യൻ പാലക്കുന്നലിൻ്റെ ഭാര്യ പാലക്കുന്നൽ വീട്ടിൽ ഉളിക്കൽ
ഇഞ്ചിക്കാലായിൽ കുടുംബാംഗം അന്നമ്മ കുര്യൻ നിര്യാതയായി. 62 വയസ്സായിരുന്നു. തലശ്ശേരി കത്തീഡ്രൽ പള്ളി സൺഡേ സ്കൂൾ പ്രധാനാധ്യാപിക, ധർമ്മടം ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. സ്റ്റെഫിൻ, അലീഷ, നെവീൻ എന്നിവർ മക്കളും നീതു, റോണി എന്നിവർ മരുമക്കളുമാണ്. സംസ്കാരം വ്യാഴാഴ്ച നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഭാര്യയെ കൊന്ന കേസിലെ പ്രതി കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴുത്തറുത്ത് ആത്മഹത്യ ചെയ്തു. മരിച്ചത് വയനാട് കേണിച്ചിറ സ്വദേശി ജിൽസൺ. കണ്ണൂർ താവക്കരയിലെ ഹോട്ടൽ മുറിയിൽ നിന്ന് MDMA-യുമായി യുവാവും യുവതിയും പിടിയിൽ. പിടിയിലായത് കണ്ണൂർ തയ്യിൽ സ്വദേശികളായ CH ആരിഫ, K അപർണ അനീഷ് എന്നിവർ. 10 വർഷത്തെ ഭരണത്തിലൂടെ 7.5 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയാണ് പിണറായി സർക്കാർ കേരളത്തിന് ഉണ്ടാക്കിയതെന്ന് BJP നേതാവ് P. ഗോപാലകൃഷ്ണൻ. KT ജയകൃഷ്ണൻ മാസ്റ്ററുടെ 26ാം ബലിദാന വാർഷികാചരണ പരിപാടികൾ സമാപിച്ചു. പുതുച്ചേരി നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറും കോൺഗ്രസ് നേതാവുമായിരുന്ന AV ശ്രീധരന്റെ ഓർമ്മ പുതുക്കി ജന്മനാട്. 9ാം ചരമവാർഷിക ദിനത്തിൽ സ്മൃതിമണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.